മലയാളികൾ ഇപ്പോൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് റാപ്പർ വേടൻ. റാപ്പർ വേടനെതിരെ വിമർശനങ്ങളിൽ CPIM സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ പ്രതികരിക്കുകയാണ് ഇപ്പോൾ. വേടൻ കേരളത്തിന്റെ പടനായകനാണെന്നും മന്ത്രി വ്യക്തമാക്കുന്നു. വേടന്റേത് കലാഭാസമാണെന്ന് പറഞ്ഞ RSS മുഖവാസികയായ കേസരിയുടെ മുഖ്യ പത്രാധിപൻ ഡോക്ടർ NR മധുവിനായിരുന്നു MV ഗോവിന്ദന്റെ മറുപടി വന്നിരിക്കുന്നത്. വേടന്റേത് ജാതിക്കെതിരായ പ്രവർത്തനമാണെന്നും ഗോവിന്ദൻ പറയുന്നു. വേടനെതിരായ പോലീസ് നീക്കം ബോധപൂർവമാണെന്നും അത് തെറ്റാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. വേടന്റെ പ്രവർത്തനത്തിൽ ചില ഉദ്യോഗസ്ഥർക്ക് കല്ലുകടിയും നടക്കുന്നു. സവർണബോധമുള്ളവരാണ് പിന്നിലെന്നും അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു. അതേസമയം വേടന്റെ പാട്ടുകൾ ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നുവെന്നാണ് ഡോക്ടർ NR മധു പറഞ്ഞത്. വേടന്റെ പിന്നിൽ രാജ്യത്തിന്റെ വിഘടനവാദികളാണെന്നും വളർന്നു വരുന്ന തലമുറയുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമായി അരങ്ങുവാഴുകയാണെന്നും മധു പറയുന്നു. വേടന് പിന്നിൽ ശക്തമായ സ്പോൺസർ ശക്തികളുണ്ടെന്നും അദ്ദേഹം പറയുന്നു. റാപ്പർ വേടനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കലാപത്തിന് ആഹ്വാനം ചെയ്തെന്ന പരാതിയിൽ NR മധുവിനെതിരെ കിഴക്കേക്കല്ലട പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ തന്നെ വേറൊരു പകപ്പാണ് വേടനെതിരായിട്ടുള്ള കടന്നാക്രമണം. വേടനെതിരെ പാലക്കാട് സഖാവ് പിണറായിയെ കണ്ട് സംസാരിക്കുന്ന ഫോട്ടോ ഇന്ന് നമ്മൾ കണ്ടു. വേടൻ എന്ന് പറയുന്നത് ഒരു പുതിയ ലോകത്തെ ആധുനികമായ ഒരു മ്യൂസിക് സംവിധാനത്തിന്റെ കേരളത്തിന്റെ പടനായകനായിട്ട് നിൽക്കുകയാണ് ഇപ്പോഴും വേടൻ. റാപ്പ് മ്യൂസിക് നമുക്കൊന്നും അത് അറിയില്ല. അത് അപ്പോ RSകാർ പറയാണ്, BJPക്കാർ പറയാണ് ഇത് ജാതി ഭീകരതയാണ്, ജാതി ഭീകരത. റാപ്പ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. റാപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ്. നോക്കിയപ്പോ അർത്ഥം വളരെ വ്യക്തമാണ്. റാപ്പ് എന്ന് പറഞ്ഞാൽ റിത്തം ആൻഡ് പോയട്രി എന്നാണ്. നമ്മുടെ പദ്യം വളരെ മനോഹരമായി സമന്വയിപ്പിച്ച് ലയിപ്പിച്ച് താളാത്മകമായിട്ട് പാടുന്ന മ്യൂസിക്കാണ് റാപ്പ് മ്യൂസിക്. ആ റാപ്പ് മ്യൂസിക്കിനെ പറ്റിയാണ് പറയുന്നത് കലാഭാസമാണ്. ഇവരെന്ത് കല? ഈ RSകാരന് പ്രത്യേകിച്ച് അതിന്റെ മുഖപത്രത്തിന്റെ പത്രാധിപർ മധുവിന് എന്ത് കല, എന്ത് കലാസ്വാദനം? ഒരു കലയെ പറ്റിയും വ്യക്തമില്ല, റാപ്പിനെ പറ്റി അറിയേയില്ല. എന്താണ് റാപ്പ്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ യൂറോപ്യൻ മേഖല ഉൾപ്പെടെയുള്ള ലോകത്തിന്റെ പ്രശസ്ത സംവിധാനത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ റാപ്പ്. അപ്പോഴാണ് ഇവിടെ വിശദീകരിക്കുന്നത് കലാഭാസം. പിന്നെയോ ജാതി അധിക്ഷേപം, സവർണ മേധാവിത്വത്തിന്റെ നിലപാടുകളെ ചരിത്ര അവബോധത്തോടുകൂടി വ്യക്തമായിട്ട് ഈ റാപ്പ് മ്യൂസിക്കിന്റെ ഭാഗമായി വേടൻ പറയുന്നുണ്ട്, അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷെ വേടൻ ഒരു കാര്യം ചെയ്തു. വെട്ടാളുണ്ട് വേടന്റെ ഒപ്പം. വെട്ടാളും ഒരു റൂമിൽ പോയി. അവിടെ നോക്കിയപ്പോൾ പോലീസുകാർ ബോധപൂർവം തന്നെയാണ്. വേടനെ പോലുള്ള ഒരാൾ ലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിക്കുന്നു എന്ന് പറയുമ്പോൾ പലർക്കും സഹിക്കില്ല, അത് നമുക്കറിയാം. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള യാതൊരു വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടനയും ഭരണകൂടവും വേണമെന്ന് പറയുന്നവരാണല്ലോ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ രാഷ്ട്രീയ പാർട്ടി BJP. ചാതുർവർണ്ണ വ്യവസ്ഥ, സനാതനധർമ്മം. ഇവരെന്ത് സനാതനധർമ്മത്തെ പറ്റിയാ പറയുന്നത്? അടിമതുല്യമായിട്ട് ജീവിച്ച പാവപ്പെട്ട കർഷക തൊഴിലാളിയുടെ, പാവപ്പെട്ട മനുഷ്യന്റെ ജീവിതത്തെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്ന അതിശക്തമത്തായ രീതിയിലുള്ള അദ്ദേഹം തന്നെ എഴുതി, അദ്ദേഹം തന്നെ കമ്പോസ് ചെയ്ത്, അദ്ദേഹം തന്നെ പാടുമ്പോൾ അതൊരു കരുത്തുണ്ട്, ഒരു ശക്തിയുണ്ട് ആ റാപ്പ് മ്യൂസിക്കിന്. അങ്ങനെയാണ് വേടൻ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസിദ്ധനായത്. സത്യം പറഞ്ഞാൽ അദ്ദേഹം 6 ഗ്രാം കഞ്ചാവാണ് ആ റൂമിലുണ്ടായത്. ഇവർ 8 ആളുമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നിയമപരമായിട്ട് കഞ്ചാവ് കൈവശം വെക്കാം. കൈവശം വെച്ചില്ലെങ്കിൽ റൂമിലുണ്ടാകാൻ പാടുണ്ടോ? ഇല്ല. അത് തെറ്റന്നെയാണ്. വേടൻ പറഞ്ഞു എനിക്ക് തെറ്റുപറ്റി, എന്നെ നന്നാക്കാനോ എന്നോട് പറയാനോ എനിക്ക് പറഞ്ഞു തരാനോ ആരും ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ മുടങ്ങ് വന്നപ്പോൾ ഒരു ശീലമായിപ്പോയി. ആ ശീലം ഞാൻ നിർത്തുന്നു, ആ തെറ്റ് ഞാൻ ഏറ്റുപറയുന്നു. അത്രയും പറഞ്ഞാൽ അവസാനിപ്പിക്കേണ്ട കാര്യം. കേസെടുത്തോട്ടെ, കേസ് കൈകാര്യം ചെയ്യാം. അപ്പൊ തന്നെ ജാമ്യം കൊടുത്തു വിട്ടതാണ്. അപ്പോഴാണ് ചില ഉദ്യോഗസ്ഥന്മാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം പറയുമ്പോൾ പാടുമ്പോൾ ഉള്ള ഒരു കണ്ണുകടി. അപ്പൊ അദ്ദേഹം സൂക്ഷിച്ചു നോക്കി, ശരീരം മുഴുവൻ നോക്കിയപ്പോ ഒരു മാല കണ്ടു. മാല നോക്കിയപ്പോ അതിലൊരു പുലിയുടെ പല്ലുണ്ട്. ഇത്രയും ആരോ കൊടുത്തതാണ്. വേടൻ ഇത് പല്ലാന്ന് നോക്കിയിട്ടൊന്നല്ല. വേടൻ പറഞ്ഞു എനിക്കിതൊന്നും അറിയണ്ടായിരുന്നില്ല, എനിക്കൊരു മാല കിട്ടി, ഞാൻ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ജാമ്യം കിട്ടാതെ വകുപ്പ് ചേർത്ത് കേസെടുക്കാനാണ് യഥാർത്ഥത്തിൽ ഫോറസ്റ്റുകാർ ശ്രമിച്ചത്. വല്ല കാര്യം ഉണ്ടായിരുന്നോ? റിമാൻഡിൽ കിടക്കുമ്പോൾ ഞങ്ങൾ വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ട് വേടന്റെ ഒപ്പം നിന്നു.
അധസ്ഥിത ജനവിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്ന ഈ കേരളം കണ്ട ഏറ്റവും പ്രമുഖനായ റാപ്പ് മ്യൂസിക്കിന്റെ വക്താവായിട്ട് രാജ്യമറിയുന്ന ലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിച്ച ആ ചെറുപ്പക്കാരന്റെ ഒപ്പം നിന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, തെറ്റായ ഒരു നിലപാട് സ്വീകരിക്കാൻ പാടില്ല, ഞങ്ങൾ ഈ കേരളീയ സമൂഹം വേടന്റെ ഒപ്പമായിരിക്കുമെന്ന് പരസ്യമായിട്ട് പറഞ്ഞപ്പോഴാണ് ചിത്രം മാറിയല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ടൊരു ഔദ്യോഗിക പരിപാടി ഉണ്ടായിരുന്നു ഇടുക്കിയിലെ ആളുകൾ എന്നോട് തന്നെ വിളിച്ചു ചോദിച്ചു, എന്താ ചെയ്യുക, ഇങ്ങനെ ഒരു പരിപാടി വേടന്റെ പരിപാടിയാണ്, എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, ഒരു സംശയമില്ല, വേടൻ തെറ്റ് പറ്റി എന്ന് സമ്മതിച്ചിട്ടുണ്ട്, തിരുത്താൻ ഗവൺമെന്റാണ് ഇടപെട്ടത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പരിപാടി ഇടുക്കി പരിപാടിയുടെ ഭാഗമായിട്ട് വെക്കണം, വെച്ചോ എന്ന് പറഞ്ഞു. എന്താ ജനകീയമായൊരു മുന്നേറ്റം സൃഷ്ടിച്ചത് അവിടെ.